ധർമ്മസ്ഥലത്തേക്കാണ് ഒരു ബസ്സിൽ വന്നതേ ഉള്ളൂ. അത് കയറുന്ന തിരക്കാണ് ഇവിടെ കാണുന്നത്. നമസ്കാരം. ഇത് ഉടുപ്പി KSRTC ബസ് സ്റ്റാൻഡാണ്. കേരളയല്ല, കർണാടകയാണ്. നോക്കിയേ, ഈ ബസ് സ്റ്റാൻഡ് കണ്ടു നോക്കിയേ, എന്ത് സ്റ്റൈലായിട്ടാണ്, ഒരു നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബസ്സിൽ പോകണമെന്നില്ല. ഇതാണ്ട് എലിവേറ്റർ ഉണ്ട്. പിന്നെ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ബസ്സുകളൊക്കെ വരുന്നത്. നമുക്ക് അവിടേക്ക് പോകാം. ഇവിടെ നിന്ന് നമുക്ക് ധർമ്മസ്ഥല, അതുപോലെ കുക്കെ, സുബ്രഹ്മണ്യ ടെമ്പിളിലൊക്കെ പോകുന്ന ഒരു ബസ് പിടിക്കാനാണ് വന്നിട്ടുള്ളത്. ബാക്കി കാഴ്ചകൾ മുകളിൽ കയറിയതിന് ശേഷം. ഇതാണ് ഉടുപ്പി KSRTC ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ നിന്നുമാണ് ദീർഘദൂര സർവീസുകളൊക്കെ പ്രൈവറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നാലേ ദീർഘദൂര സർവീസുകളൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്കൊന്ന് എൻക്വയറി ചെയ്ത് നോക്കാം. ധർമ്മസ്ഥലിലേക്ക് ഉള്ള ബസ് അല്ലെങ്കിൽ കുക്കെ, സുബ്രഹ്മണ്യ ടെമ്പിളിലേക്കുള്ള ബസ്സുണ്ടോ എന്ന് നോക്കാം. നമുക്ക് കുക്കെ പോകാനാണ്. പക്ഷേ അതിന് മുമ്പേ ഒരു KSRTCയുടെ രാജഹംസ ബസ്സുണ്ട് ഇവിടെ. അൾട്രാ ഡീലക്സ് ബസ്സാണ്. ഇതിൽ ധർമ്മസ്ഥല പോയിട്ട് അവിടെ നിന്ന് പോകാം. ധർമ്മസ്ഥലയിലേക്കുള്ള ഒരു യാത്ര നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ബസ്സിൽ ആരും വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ടക്ടർ അത് വന്നിട്ടുണ്ട്. ധർമ്മസ്ഥലിൻ്റെ പോവുകയാണ്. ഞങ്ങളാണ് ആദ്യത്തെ പാസഞ്ചർ. ഈ ബസ്സിൽ നല്ല ഇതാണ്, കണ്ടക്ടർക്ക് കിടക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. രണ്ട് ഒരു ബെഡ് കമ്പിളിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകത ഈ ബസ്സിനുണ്ട്. നമ്മുടെ മിൽമ മാതിരിയുള്ള ഇവിടുത്തെ ഒരു സ്ഥാപനമാണ്. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ രണ്ട് സൈഡ് ആയിട്ടാണ് ഇതിൻ്റെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന. രണ്ട് സൈഡിലാണ്. ബസ്സുകളൊക്കെ ഇവിടെ കുറവാണ്. നമ്മളിപ്പോൾ ധർമ്മസ്ഥലിന് പോവാം. ഏറ്റവും പരമപവിത്രമായ ഒരു ധർമ്മസ്ഥലം എന്ന് പറഞ്ഞ ശിവക്ഷേത്രമാണ് ധർമ്മസ്ഥലുള്ളത്. ഇത് തിരുപ്പതിക്കുള്ള വണ്ടിയാണ്. ആരുമില്ല. 2, 3 ഞങ്ങൾ 4, 5 പാസഞ്ചറേ ഉള്ളൂ. വണ്ടി വിട്ടു. ഉടുപ്പിയിൽ നിന്നാണ് ഇത് പോകുന്നത്. വലിയ ടൗൺ കാഴ്ചകളൊന്നുമല്ല, ഒരു ഗ്രാമ അന്തരീക്ഷം. ഒരു ജംഗ്ഷനിലെത്തി. 2 മണിക്ക് 11:30ക്കാണ് ഉടുപ്പിയിൽ നിന്നും വിട്ടത് KSRTC. 2 മണിക്ക് നമ്മൾ ധർമ്മസ്ഥൽ എത്തും. ധർമ്മസ്ഥൽ വരെയുള്ള ഒരു യാത്ര പോവുകയാണ്. ഈ പച്ചക്കറിക്കട, ഫ്രഷ് പച്ചക്കറിയൊക്കെയാണ് ഇരിക്കുന്നത്. പാത്രക്കട, നല്ല അലുമിനിയം പാത്രങ്ങളൊക്കെ. യാത്രകൾ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരുപക്ഷെ യാത്രകൾ ഇഷ്ടമാണ്. അമ്മേ എല്ലാവരും അങ്ങനെയാണല്ലോ. ഇവിടെയൊക്കെയുള്ള ക്ഷേത്രങ്ങൾ നല്ല രീതിയിലാണ് അതിൻ്റെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഗോപുരങ്ങളും അതുപോലെ ഇവിടുത്തെ പൂജാക്രമങ്ങളും എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. വീണ്ടും ഈ പറഞ്ഞ മാതിരിയുള്ള കാഴ്ചകൾ, നല്ല ഗ്രാമത്തിൽ കൂടെയുള്ള കാഴ്ചകൾ തുടരുകയാണ്. എന്തോ ഒരു മിനാർ കാണുന്ന ഒരു മസ്ജിദ് കാണാം.
സ്റ്റാച്ചു എന്താണ് ഒന്ന് അറിയാൻ ഒരു മാർഗവുമില്ല. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മുടെ നാട്ടിൽ ഒരുവിധപ്പെട്ട സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പേരൊക്കെ എഴുതി വെക്കും. ഇവിടെ ആ ഒരു പരിപാടിയെ ബസ്സിലും ഇല്ല, സ്ഥാപനങ്ങളിലും ഒന്നുമില്ല. അതുകൊണ്ട് നല്ലൊരു മലയാണ് കാണുന്നത്. എന്തോ ഒരു ആത്മീയ ഇതിൻ്റെ കാര്യമാണ് അവിടെ കാണുന്നത്. എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. ഒരു സ്റ്റുഡിയോയുടെ ബോർഡൊക്കെ കാണുന്നു. ഇവിടെങ്ങും ആളില്ലാത്തൊരു സ്ഥലമാണ്. ഒരാൾ മാത്രം ഇപ്പോൾ ഉദ്യോഗസ്ഥനവിടെ പോയി എൻട്രി ചെയ്യുന്നു. ബസ്സിൽ ആളേ ഇല്ല. നല്ല സീറ്റൊക്കെയാണ്. നല്ല നമ്മുടെ KSRTCയിലെ വോൾവോയുടെ മാത്രമേ ഉള്ളൂ നല്ല സീറ്റുകളൊക്കെ. ഇവിടെ അത്യാവശ്യം നല്ല ഹെഡ് റെസ്റ്റൊക്കെ ഉള്ള സീറ്റുകളാണ്. ബസ്സിലും ആളില്ല, ബസ് സ്റ്റാൻഡിലും ആളില്ല. നടുവരൊക്കെ ഏതായാലും വന്ന ഭാഗ്യം. ബസ് സ്റ്റാൻഡിൽ ആളിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ കാണുന്നത്. അത്രയും സ്ഥലമേ ഉള്ളൂ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം. വെൽക്കം വെൽക്കം. 3 പേരെ കിട്ടിയിട്ടുണ്ട്. കർണാടക KSRTCയിലെ ആള് ക്ഷാമമാണ്. ഇതിൻ്റെ ഒരു ചെറിയ ക്ഷേത്രമാണ്. പക്ഷേ അതിൻ്റെ ആർത്തി കണ്ട് ഗണപതി, ഇപ്പോഴത്തെ സരസ്വതി എല്ലാമായിട്ട് ഇങ്ങനെ ദേവിയുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായ ആർത്തി. ധർമ്മസ്ഥലയിൽ 63 കിലോമീറ്റർ കൂടി ദൂരമുണ്ട്. നല്ല ഒരു സീനറിയാണ്. മലകളും താഴെ പാടങ്ങളും ഓടത്തെ വീടുകളും ഒക്കെ ആയിട്ടുള്ളൊരു സീനറിയായിരുന്നു. വലിയൊരു പാലം പണി നടക്കുകയാണ്. സ്കാഫോൾഡിംഗ് ഒക്കെ ഇട്ട് പാലം പണി നടക്കും. ധർമ്മസ്ഥലമായിട്ടുണ്ട്. ഇറങ്ങാൻ പോവുകയാണ്. ധർമ്മസ്ഥലത്തേക്കാണ് ഒരു ബസ് വന്നതേ ഉള്ളൂ. അത് കയറുന്ന തിരക്കാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ധർമ്മശാല എന്നാണ്. ധർമ്മശാല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സൂപ്പർ ആർത്തിയോടെ ഭയങ്കര ആർത്തിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ക്ഷേത്രം പ്രസിദ്ധമാണ്.